മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വനം വാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ ഓ തഴുകുന്ന കാറ്റിൽ താരാട്ടുപാട്ടിൻ വാത്സല്യം പാടിയേകും നാവേറ്റുപാട്ടിൻ നൈർമല്യം തളിരിട്ട താഴ്വരകൾ താലമേന്തവേ തണുവണി കൈകളുള്ള ആർദ്രമാക്കവേ മുകുളങ്ങളി തളണിയേ കിരണമാം കതിരണിയെ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം വാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ ഓ എരിയുന്ന പകലിൻ ഏകാന്തയാനം കഴിയുമ്പോൾ അതിൽ നിന്നും ഇരുളിൻ ചിറകോടെ രജനി അണയുമ്പോൾ പടരുന്ന നീലിമയാൽ പാദമൂടവേ വളരുന്ന മൂകതയിൽ ആരുറങ്ങവേ നിമിഷമമില കൊഴിയേ ജനിയുടെ രഥമണയെ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം വാടിതൻ തൂവലുണ്ടോ ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു മൗനം പാടുന്നു മൗനം പാടുന്നു ഗുഡ് 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 അക്ഷയ് എന്തോ ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നടാ ചലഞ്ച് റൗണ്ട് സൂപ്പർ ആയിരുന്നു പറയ് കേക്കട്ടെ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല അല്ലേ പെട്ടെന്ന് നിന്റെ ശബ്ദം മാത്രം അതെ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലേടാ ചെറുതായിട്ട് ഓക്കെ ചോദിക്കാം ശരത് സർ ഉഗ്രം പാട്ടടാ വണ്ടർഫുൾ സോങ് അതിലൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും കാണത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള മലയാളം മണക്കുന്ന ഒരു പാട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ന് പറഞ്ഞു. സിനിമ ദശരഥം, പാടിയത് MG ശ്രീകുമാർ സാറും. അതല്ലല്ലോ എഴുതിയേക്കുന്നത്, നാഗ ശ്രീകുമാർ എന്ന് എഴുതിയേക്കുന്നത്. നാഗേ? ഞാൻ അദ്ദേഹത്തോട് ഒരു പാട്ട് പഠിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. പാടിയത് സിംഗർ
നാഗ ശ്രീകുമാർ, ചിത്ര. കോപ്പി എടുത്തതിന്റെ പ്രശ്നമായിരിക്കും സാർ. ഈ കോപ്പാണെങ്കിലും കോപ്പി ആണെങ്കിലും വാട്ടവർ. അല്ല, MG ശ്രീകുമാർ സാറിന് എഴുതിയതാ. പക്ഷെ നാഗ എന്നാ ഇവിടെ എനിക്ക് കാണുന്നത്. ഷാനും അങ്ങനെ കാണുന്നത്. എന്നെ ഷാൻ പിടിച്ചു പറഞ്ഞ ഒരു പുതിയ പാട്ടുകാരനുണ്ട്, നല്ല അസാധ്യമായിട്ട് നാഗ ശ്രീകുമാർ. പറഞ്ഞില്ല, അവൻ പറഞ്ഞു തീർന്നില്ല. നാഗ ശ്രീകുമാർ, പിന്നെ MG ശ്രീകുമാർ സാറും ചിത്രാമ്മയും കൂടി പാടിയത്. പിന്നെ ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺസൺ മാഷ്. ലിറിക്സ് പൂവച്ചൽ ഖാദർ സാർ. സൂപ്പർ. നല്ല നല്ല രണ്ട് മനുഷ്യരാണ് കേട്ടോ. പൂവച്ചൽ ഖാദർ സാറും ഒരു പാവം മനുഷ്യനാണ്. കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിനെ? ഇല്ല സാർ. പാവമാണ് കേട്ടോ. അങ്ങനെ ഒരു ലിറിസിസ്റ്റ് റൂമിലുണ്ടെന്ന് വരെ നമ്മൾ തപ്പിത്തടഞ്ഞു നോക്കിയാലേ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യൻ. അപ്പോൾ ചക്കര നീ നന്നായിട്ട് പാടി. താങ്ക് യു സാർ. കേട്ടോ, എനിക്ക് ആകെ ഉള്ളത് ഉള്ളിൽ ആമോദ. ഈ ആമോദയ്ക്കും ഉയരുമ്പോൾ ഒക്കെ ഒരു ചെറിയ സംഗതിയുണ്ട്, അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല. അതെന്തോ അങ്ങ് പോവുകയാണ്. അതൊന്നും നമുക്ക് കറക്റ്റ് ചെയ്യാമോ? ഉള്ളിൽ ആ ലാമോദയാ ഞാൻ പറഞ്ഞത്. ഉള്ളിൽ ഗുഡ് ഗുഡ്. ഉള്ളിൽ തിരകൾ ഉയരുമ്പോൾ മൗനം പാടും. ആ മൗനത്തിന് അത്രയും മതി. മൗനം മൗനമല്ലേ? മൗനം പാടും. നൈസ് നൈസ്. താങ്ക് യു സാർ. പിന്നെ തളിരിട്ട താഴ്വരകൾ. തളിരിട്ട താഴ്വരകൾ താലമേന്തവേ തണുവണി കൈകളുള്ളം ആർദ്രമാക്കവേ. അവിടെ എന്തോ എനിക്കൊരു ഡൗട്ടുണ്ട്. ആകെ ഓക്കെ. അതിനെന്താണെങ്കിലും ഇപ്പം മേപ്പോട്ടുള്ളത് നമുക്ക് മനസ്സിൽ നിൽക്കുന്നുണ്ട്. താഴേക്കുള്ളതിന് അതിനൊരു ക്ലാരിറ്റി വേണം. ഓക്കെ സാർ. കേട്ടോ, താങ്ക് യു സർ. ഷാനിക്ക, അക്ഷയ്, ഈ പറഞ്ഞത് ഒക്കെ ഉണ്ട്. എനിക്ക് ഫീൽ ചെയ്തത് അക്ഷയുടെ സിംഗിങ്ങിൽ ഒരു റഷ് ഉണ്ട്. കാരണം ഇത് പ്ലാൻസ് ആണെങ്കിലും വരികളാണെങ്കിലും കൃത്യം ഗ്രിഡിൽ ആ ഒരു ലോക്കിൽ വീഴുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പം ചെറിയൊരു റഷ് ഫീൽ. ഞാൻ റഷ് എന്ന് മാത്രമേ എഴുതി വെച്ചു, ഞാൻ വേറെ ഒന്നും എഴുതി വെച്ചില്ല. എനിക്ക് റഷാണ് ബേസിക്കലി ഫീൽ ചെയ്തത്. ഒരു പൊടിക്ക് ഇപ്പോൾ 120 BPM ആണ് പാട്ടെങ്കിൽ അക്ഷയ് ഒരു 123 അല്ലെങ്കിൽ 122 ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. ചെറിയൊരു കഥ ഫീൽ ചെയ്യുന്നുണ്ട്. അതർവൈസ് കുഴപ്പമില്ല തന്നെ പാടി കേട്ടോ അക്ഷയ്. നല്ല ഫീൽ ഉണ്ടായിരുന്നു, ചിരിച്ചു പാടി. ശ്രേയ നല്ലായിരുന്നു എൻ്റെ ഇടയ്ക്ക് വന്നു പോകുന്നത്. ഗുഡ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉഗ്രൻ സോങ് സെലക്ഷൻ. എന്തൊരു പാട്ടാണ്, എപ്പോൾ കേട്ടാലും ഈ പറഞ്ഞ പോലെ മണ്ണിൻ്റെ മണമുള്ള ജോൺസൺ മാഷിൻ്റെ പാട്ടുകളിൽ ഒരെണ്ണം മാത്രം. താങ്ക് യു ഷാനിക്ക. ചേച്ചി അക്ഷയ് ചേച്ചി നന്നായിടാ. താങ്ക് യു ചേച്ചി. വെരി ഗുഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. കാരണം ഇതിന് മുന്നേ ഉള്ള അക്ഷയ്ക്ക് ഉണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ഗെയിന് വരുന്നില്ലായിരുന്നു. മറ്റേ നമ്മുടെ ദൂരക്കിഴക്കുതിക്കിൻ അത് പാടിയപ്പോഴും ഒരു ഗെയിന് കുറവായിരുന്നു വോയിസിൽ. ഈ പാട്ടിനകത്തൊരു ഗെയിന് വന്നു, നല്ലൊരു ഗെയിന് വന്നു. അത് ശരിക്കും ഞാനത് ഐ എം വെരി ഹാപ്പി ആ കാര്യത്തിൽ. ഇനി ഇതിനെ നമുക്ക് മോൾഡ് ചെയ്യാനേ ഉള്ളൂ. ആദ്യം ആ ഗെയിന് പുറത്ത് കൊണ്ടുവരണമല്ലോ. അത് ഇന്ന് സാധിച്ചു. ശരിക്കും ത്രൂ ഔട്ട് ദ സോങ് നല്ല ഗെയിൻ ഉണ്ടായിരുന്നു, നല്ല ലെവൽ ഉണ്ടായിരുന്നു, പവർ. ഇനി അതിനെ എന്ത് ചെയ്യാം, അത് ഫസ്റ്റ് ലെവലാണ്. ഇനി നമുക്ക് ഇതിനെ മോൾഡ് ചെയ്തെടുക്കണം. ഒരു പാട്ടിന്റെ ഫീലിലേക്ക് ഇതിനെ എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളത് പഠിച്ചെടുക്കുക. അത് നമ്മൾ കേട്ട് തന്നെ പഠിക്കണം. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉദാഹരണം ഓൾറെഡി പാട്ട് കയ്യിലുണ്ടല്ലോ. ഒരു സിംഗർ ഓൾറെഡി പാടി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് കേൾക്കുമ്പോൾ അവരെന്താണ് അതിൽ ഇമോഷൻ കൊടുത്തിരിക്കുന്നത് അത് മാർക്ക് ചെയ്തിട്ട് പഠിക്കുക. എവിടെയാണ് ഇന്ന ഇമോഷൻസ്. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളൊരു പേപ്പറിനകത്ത് വെറുതെ ലിറിക്സ് നോക്കി പാടുകയല്ല. ആ ലിറിക്സിൻ്റെ മുകളിൽ നൊട്ടേഷൻ ഉണ്ടാവും. എവിടെയൊക്കെയാണ് അതിൻ്റെ ഗമകങ്ങൾ വരുന്നത് അത് മാർക്ക് ചെയ്യും. എന്തൊക്കെയാണ് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് അതെല്ലാം, ശ്വാസം എടുക്കേണ്ട സ്ഥലം, ഇതെല്ലാം മാർക്ക് ചെയ്യാം. അപ്പം അത് അങ്ങനെ ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മുടെ ശ്രേയ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നീ പാട്ട് എപ്പോൾ പാടിയാലും ആര് പാടിയാലും ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് രീതിയിൽ അൺപ്ലഗ്ഡ് ആയിട്ട് കേട്ടാൽ പോലും നമ്മൾ എല്ലാവരും ആസ്വദിക്കുന്ന ഒരു പാട്ടാണ്. അതുകൊണ്ട് സോങ് സെലക്ഷന് തന്നെ വലിയൊരു കൈയടി. ഫാന്റാസ്റ്റിക് സെലക്ഷൻ. പിന്നെ മോനെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഐ എം വെരി ഹാപ്പി. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ 8.7 മാർക്സ്. താങ്ക് യു സർ. ഷാനിക്ക 8.6. താങ്ക് യു സർ. മാർക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.3. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.
ആ